ഡോക്ടർ ഗാഥ ആർ. ഞാനിവിടെ പ്രാൺ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ആണ്. എന്നോട് ഒരുപാട് പേഷ്യൻസ് വന്ന് സംശയം ചോദിക്കുന്നതാണ് ഗർഭകാലത്തെ യാത്രകളെക്കുറിച്ച്. നമുക്കിന്ന് ഗർഭകാലത്തെ യാത്രകളെക്കുറിച്ച് സംസാരിക്കാം. ഗർഭകാലത്തെ യാത്രകൾ പൊതുവെ രണ്ടായിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. ദൈനംദിന യാത്രകൾ അഥവാ ഡെയിലി കമ്മ്യൂട്ടിങ്ങും ദീർഘദൂര യാത്രകൾ അഥവാ ലോങ് ട്രാവലിംഗ് പ്രഗ്നൻസിയും. ആദ്യമായിട്ട് നമുക്ക് ദൈനംദിന യാത്രകളെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോഴത്തെ ഗർഭിണികൾ മിക്കവരും ജോലി ചെയ്യുന്നവരായിരിക്കാം. ജോലി സംബന്ധമായിട്ട് ഇവർക്ക് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടിംഗ് ഓപ്ഷൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കാർ അഥവാ പ്രൈവറ്റ് വെഹിക്കിൾ, 2 വീലർ, 3 വീലർ അഥവാ ഓട്ടോറിക്ഷ, പിന്നെയുള്ള പൊതുഗതാഗത മാർഗങ്ങൾ അതായത് ബസ്, ട്രെയിന്, മെട്രോ എന്നിവ. ആദ്യമായി നമുക്ക് കാറിനെ കുറിച്ച് സംസാരിക്കാം. അവൈലബിൾ ആയിട്ടുള്ള കമ്മ്യൂട്ടിംഗ് ഓപ്ഷൻസിൽ ഏറ്റവും സേഫ് ആൻഡ് കംഫർട്ടബിൾ എന്ന് പറയുന്നത് കാർ തന്നെയാണ്. കാർ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾ. അതായത് നമ്മുടെ ഇഷ്ടാനുസരണം വേഗത കുറച്ച് കുഴികളില്ലാത്ത റോഡുകളിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സീറ്റ് ബെൽറ്റ് ധരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും പാടുള്ളൂ. സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ട രീതി ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ലാബ് സ്ട്രാപ്പ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വരുന്ന ബെൽറ്റ് വയറിൻ്റെ അടിയിലൂടെയും അക്രോസ് ആയിട്ട് വരുന്ന ബെൽറ്റ് 2 ബ്രസ്റ്റിൻ്റെ ഇടയിൽ കൂടി വയറിൻ്റെ മേളിൽ കൂടിയും വേണം കടന്നു പോകേണ്ടത്. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുള്ള കാർ യാത്രയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കമ്മ്യൂട്ടിംഗ് ഓപ്ഷൻസ്. വേറെ അവൈലബിൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 2 വീലർ യാത്ര. ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് 2 വീലറിൽ യാത്ര ചെയ്യാമോ എന്നുള്ളത്. 2 വീലർ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് തല കറങ്ങാനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഏർലി പ്രഗ്നൻസിയിലും പിന്നീട് മിഡ് പ്രഗ്നൻസി ആയാലും BP ഫോളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ തല കറങ്ങാനും വീഴ്ച വരാനും അപകടം പറ്റാനും ഒക്കെയുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് 2 വീലർ യാത്ര നമ്മൾ പൊതുവെ പ്രഗ്നൻസിയിൽ അഡ്വൈസബിൾ അല്ല. പിന്നെ ഉള്ളതാണ് 3 വീലർ അഥവാ ഓട്ടോറിക്ഷ യാത്ര. ഓട്ടോറിക്ഷ യാത്രയെ സംബന്ധിച്ചിടത്തോളം 2 വീലറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഇഷ്യൂസ് കുറവാണ്, കുറച്ചുകൂടി സേഫാണ്. പക്ഷേ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള കുടുക്കം, സീറ്റ് ബെൽറ്റിൻ്റെ അഭാവം എന്നിവ ഓട്ടോറിക്ഷ യാത്രയുടെ പോരായ്മകളാണ്. എന്നാലും ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവറോട് താൻ ഗർഭിണിയാണെന്നും സൂക്ഷിച്ചു പോകണമെന്നും കുഴികൾ അവോയ്ഡ് ചെയ്ത് പോകണമെന്നും നമുക്ക് ആവശ്യപ്പെടാം. പിന്നീടുള്ളതാണ് നമ്മുടെ പൊതുഗതാഗത യാത്രകൾ, പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് ബസ്, ട്രെയിന്, മെട്രോ എന്നിവ. ബസ്സും ട്രെയിനും മെട്രോയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുറച്ച് സ്റ്റേബിളുമാണ്, കംഫർട്ടബിളുമാണ്. പക്ഷേ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ഇരുന്ന് യാത്ര ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ പ്രത്യേകിച്ച് സഡൻ ബ്രേക്കിംഗ് വരുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാനായിട്ട് മുന്നിലുള്ള സീറ്റിലോ സൈഡിലുള്ള സൈഡ് ബാറിലോ പിടിച്ച് തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസിൻ്റെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഇതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ക്രൗഡഡ് ആയിരിക്കും. പല രീതിയിലുള്ള ആൾക്കാരും ഇതിനകത്ത് സഞ്ചരിക്കുന്നുണ്ടാവും. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാം. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് മുഖത്ത് വായും മൂക്കും കവർ ചെയ്യുന്ന രീതിയിൽ മാസ്ക് ധരിച്ച് യാത്ര ചെയ്താൽ നമുക്ക് ഈ അസുഖങ്ങൾ പിടിപെടുന്നത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ളത് ലോങ് ട്രാവലിംഗ് പ്രഗ്നൻസിയെ പറ്റിയാണ്. ദീർഘദൂര യാത്രകൾ നമ്മൾ ചെയ്യുന്നത്, പ്രഗ്നൻറ്റ് ലേഡീസ് ചെയ്യുന്നത് മിക്കവാറും പ്രസവ ആവശ്യത്തിനായിട്ട് നാട്ടിൽ പോകുന്നവരുണ്ട്. വിദേശത്തൊക്കെ വർക്ക് ചെയ്തിട്ട് പ്രസവിക്കാനായി നാട്ടിൽ പോകുന്നവർ എയർ ട്രാവലൊക്കെ ചെയ്ത് വരാറുണ്ട്. പിന്നെ വേറെ വീട്ടിലെ പല പ്രൈവറ്റ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീർഘദൂര യാത്രകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും ദൂര യാത്രകൾ ചെയ്യുന്ന ഗർഭിണികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്നതാണ് ബേബി മൂൺ, പ്രഗ്നൻസിയിൽ പോകുന്ന ട്രിപ്പ്. എന്താണ് ബേബി മൂൺ? ബേബി മൂൺ എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എക്സ്പെക്റ്റിംഗ് കപ്പിൾസ് നടത്തുന്ന ഒരു ട്രിപ്പിനെയാണ് ബേബി മൂൺ എന്ന് പറയുന്നത്. ബേബി മൂൺ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പാരൻറ്ഹുഡിലേക്ക്, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പാരൻറ്ഹുഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്യാനും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ബേബി മൂണിലൂടെ അവർക്ക് സാധിക്കുന്നു. ആർക്കൊക്കെ പോകാം?
ബേബി മൂൺ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ജേർണി ആർക്കൊക്കെ പോകാം എന്നുള്ളത് നമ്മുടെ പൊതുവെയുള്ള ആരോഗ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട് പ്രഗ്നൻസിയിൽ, അതായത് പ്ലാസെൻ്റ യൂട്രസിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന ലോ ലൈങ് പ്ലാസെൻ്റ അഥവാ പ്ലാസെൻ്റ പ്രീവിയ എന്ന അവസ്ഥ, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഓപ്പണിങ് സെർവിക്സ് കുറച്ച് തുറന്നിരിക്കുന്നവർ, അതിന് നീട്ടക്കുറവുള്ളവർ, റെക്കറൻ്റ് ആയിട്ട് അബോർഷൻസ് വന്നവർ, അടുത്തിടെ ബ്ലീഡിങ് ഉണ്ടായവർ, അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അബോർഷൻസ് ഉണ്ടായിട്ടുള്ളവരോ, ചില മെഡിക്കൽ കണ്ടീഷൻസ് ഇൻ പ്രഗ്നൻസി, അതായത് ഹാർട്ട് ഡിസീസ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഡോക്ടർ നമ്മൾ യാത്ര അവോയ്ഡ് ചെയ്യണം എന്ന് പറയും. ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് യാത്രയും ബേബി മൂണും ഒന്നും അഡ്വൈസബിൾ അല്ല. അപ്പോൾ നമുക്കിതിന് പോകാൻ യോഗ്യരാണോ എന്നുള്ള കാര്യം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒബ്സ്റ്ററ്റീഷ്യൻ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബേബി മൂണിനും ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനും ഒക്കെ നമുക്ക് പോകാവുന്നതാണ്. എവിടെ പോകണം എന്നുള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സാണ്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാനായിരിക്കും നമ്മൾ അഡ്വൈസ് ചെയ്യുക. പിന്നെ എവിടെ ആയാലും നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു എമർജൻസി മെഡിക്കൽ കെയർ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്ലാൻ ചെയ്യുക. വിദേശ യാത്രകളാണ് നടത്തുന്നതെങ്കിൽ ചില കൺട്രീസിൽ അവിടുത്തെ ട്രാവൽ റിക്വയർമെൻറ്റ്സും റെസ്ട്രിക്ഷൻസും ഉണ്ടാവാം. ചില കൺട്രീസിൽ എൻഡമിക് ആയിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടാവാം. അതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തു എന്നുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പ്രഗ്നൻസിയിൽ ചില വാക്സിൻസ് എടുക്കാൻ പാടുള്ളതുമല്ല. അപ്പോൾ നമുക്ക് ആ കൺട്രീസിലൊന്നും പോകാനും സാധിക്കില്ല. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യാനുള്ളത്. എപ്പോഴാണ് ബേബി മൂൺ അല്ലെങ്കിൽ ലോങ് ട്രാവലിന് ഐഡിയൽ ആയിട്ടുള്ള സമയം? മിഡ് പ്രഗ്നൻസി അഥവാ 4 തൊട്ട് 7 മാസം വരെയുള്ള സമയമാണ് ഐഡിയലായിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു സമയം. ആദ്യത്തെയും മൂന്നാമത്തെയും ട്രൈമസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സേഫർ പീരീഡാണ് ഈ മിഡ് പ്രഗ്നൻസി എന്ന് പറയുന്ന സെക്കൻഡ് ട്രൈമസ്റ്റർ. അപ്പോൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവതും ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് പ്ലാൻ ചെയ്യേണ്ടത്. എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ബേബി മൂണിന് പോകുന്നതിന് മുമ്പായിട്ട്? ബേബി മൂണിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡെയിലി കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില അയൺ, കാൽഷ്യം, ഫോളിക് ആസിഡിന് പുറമെ ചില ആൾക്കാർ തൈറോയിഡിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം, ഷുഗറിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മരുന്നെല്ലാം കയ്യിലെടുത്തേക്കണം. പിന്നെ നമ്മുടെ പ്രഗ്നൻസിയിലുള്ള സ്കാൻ ചെയ്തതിൻ്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെയും ഒരു കോപ്പി കയ്യിലെടുത്താൽ അത്രയും നല്ലത്. അതല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ അതിൻ്റെ പിക്ചേഴ്സ് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചാലും നല്ലത്. എന്തെങ്കിലും ഒരു ആവശ്യത്ത് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നാൽ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദവുമായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കാറിലുള്ള യാത്രയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. കാറിൽ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നിർത്താനും ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ഇറങ്ങി നടക്കാനും ഒക്കെ സാധിക്കും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് സേഫായിട്ടുള്ള റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകാനും സാധിക്കും. പിന്നെയുള്ളത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആയിട്ടുള്ള ബസ്, ട്രെയിൻ, ഫ്ലൈറ്റ് എന്നിവയാണ് ഈ ദീർഘദൂര യാത്രകൾക്ക് വേറെയുള്ള മാർഗങ്ങൾ. ബസ്സിലായാലും ട്രെയിനിലായാലും നേരത്തെ പറഞ്ഞതുപോലെ മാസ്ക് ധരിച്ച് യാത്ര ചെയ്താൽ അതും സേഫ് ആൻഡ് കംഫർട്ടബിൾ തന്നെയായിരിക്കും. ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് എയർലൈൻസിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ചില എയർലൈൻസ് ഒരു പർട്ടിക്കുലർ വീക്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാവൽ പെർമിറ്റ് ചെയ്യില്ല. ട്രീറ്റിംഗ് ആയിട്ടുള്ള ഒബ്സ്റ്ററ്റീഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളൊരു അണ്ടർടേക്കിങ്ങും എഴുതി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ എയർലൈൻസിൻ്റെ ഗൈഡ് ലൈൻസ് നോക്കിയതിന് ശേഷം മാത്രം എയർ ട്രാവലിന് തയ്യാറെടുക്കുക. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് എയർ ട്രാവൽ, അതായത് 4 മണിക്കൂറിൽ കൂടുതൽ യാത്ര വേണ്ടി വന്നാൽ നമുക്ക് കാലുകളിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാനുള്ളൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ എയർ ട്രാവൽ ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രാജുവേറ്റഡ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇടയ്ക്കിടയ്ക്ക് കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, പാദങ്ങൾ പൊക്കുക, താഴ്ക്കുക, വിരലുകൾ ചലിപ്പിക്കുക, അങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ആവുന്ന സമയത്ത് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യാം. പിന്നെ യാത്ര ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ വെള്ളത്തിൻ്റെയും സേഫ്റ്റിയാണ്. ഫുഡ് ആൻഡ് വാട്ടർ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിവതും ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ബോട്ടിൽ വാട്ടർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി, ഫുഡും ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ, വൃത്തിയുള്ള കണ്ടീഷനിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഭക്ഷണവും കഴിക്കുക.